ഹലോ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം എല്ലാവർക്കും സുഖല്ലേ? ഞങ്ങളും അൽഹംദുലില്ലാ ഇവിടെ റാഹത്താണ്. ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് ഡേ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുറച്ച് നേരം എഴുതാനിരുന്നതാണ്. അസൈൻമെന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്തിട്ട് വേണം എനിക്ക് വീട്ടിലേക്ക് പോവാൻ. ഇപ്പം സമയം 6:30 ആയിട്ടുണ്ട്. സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് വരികയാണ് കേട്ടോ. ഉള്ളില് ഭയങ്കര ചൂടാണ്. പുറത്തിറങ്ങിയപ്പോഴാണ് ഇത്തിരി ഒരു സമാധാനം ഉള്ളത്. ഞാൻ അത്താഴത്തിന് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ കിടക്കലില്ല കേട്ടോ. എനിക്ക് കിടന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എണീക്കാനേ തോന്നൂല. പിന്നെ ഭയങ്കര ക്ഷീണമാതിരിയാണ് ആ ഒരു ദിവസം ഫുള്ള്. അപ്പൊ എല്ലാവരുടെ സ്ഥിതിയൊക്കെ എന്താണ്? ചിലർക്ക് പിന്നെ കിടക്കാഞ്ഞാലേക്കെ അധികം ബുദ്ധിമുട്ട്. എനിക്ക് കിടന്നാലാണ് കേട്ടോ പ്രശ്നം. അപ്പൊ ഞാൻ എല്ലാ ജോലിയും പെട്ടെന്ന് തീർക്കാണ്. ഇന്ന് ഷാമോന്റെ സ്കൂളിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പൊ എല്ലാ പണിയും തീർത്തിട്ട് ഞങ്ങൾ പോവാൻ റെഡി ആയിക്കാണ്. ഓഫീസിൽ പോയതേന് കേട്ടോ. തൽക്കാലം കുറച്ച് സമയത്തിന് വേണ്ടിയിട്ട് വന്നതാണ്. പുറത്തുതാ നല്ല വെയിലും നല്ല ചൂടുമാണ്. അപ്പൊ നോമ്പ് വിൽക്കണ എല്ലാവരും നോമ്പ് പിറന്നതിന് ശേഷം നന്നായിട്ട് വെള്ളം കുടിക്കുക കേട്ടോ. അതുപോലെ തന്നെ നോമ്പ് തുറക്കണ സമയത്ത് തണുത്ത വെള്ളം മാക്സിമം അവോയ്ഡ് ചെയ്യാനും ശ്രമിക്കുക കേട്ടോ. അങ്ങനെ ഷാമോന്റെ സ്കൂളിൽ എത്താറായിട്ടുണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ ഷാമോന്റെ സ്കൂള്. നിസാമിയ പബ്ലിക് സ്കൂൾ, പോത്തങ്കോടാണ്. പിന്നെ അധികം നേരമൊന്നും സ്കൂളിൽ നിന്നിട്ടില്ല. റിസൾട്ടൊക്കെ നോക്കിയിട്ട് പെട്ടെന്ന് പോരുകയാണ് കേട്ടോ. പിന്നെ ബുക്സോ കാര്യങ്ങളൊന്നും എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് പോരുന്ന സമയത്ത് ഇസുവിന് ഒരു കരിക്ക് വാങ്ങി കൊടുക്കാന്ന് വിചാരിച്ചതാണ്. പക്ഷെ കരിക്കിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലം തെരഞ്ഞു കേട്ടോ. ഇസു ആദ്യമൊന്നും കരിക്ക് കുടിക്കലില്ലേനി. ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ് അവന്. കുട്ടികൾക്കാണെങ്കിൽ ഓരോരോ സമയത്താണല്ലോ ഓരോന്നിനോട് ഇഷ്ടം തോന്നുക. പിന്നെ ഇക്കാണെങ്കിൽ അധികം സമയമില്ല, തിരിച്ച് ഓഫീസിലേക്ക് തന്നെ പോവും വേണം. അങ്ങനെ അവസാനം നമ്മൾ കരിക്കിന്റെ കട കണ്ടെത്തിട്ടോ. ഇക്ക പിന്നെ അതിന്ന് തെരഞ്ഞെടുക്കാണ് കേട്ടോ കരിക്ക്. ഒരു കരിക്ക് ഇവിടുന്ന് തന്നെ കട്ട് ചെയ്തിട്ട് ഇസുനും ഷമോനും കൊടുത്തതാണ്. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. വീട്ടിലെത്തിയ ഉടനെ ഞാൻ ചോറ് റൈസിൽ ഇറക്കി വെച്ചിട്ടുണ്ടായി. അപ്പൊ അതൊക്കെ ഒന്ന് ഊറ്റുകയാണ്. പിന്നെ അലക്കിയ ഡ്രസ്സൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ്. ചില ദിവസങ്ങളിൽ എല്ലാ ജോലിയിലും എന്നെ ഷാമോന് ഹെൽപ്പ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ അവന് അതൊക്കെ ഒരു ഇഷ്ടമാണ്. പിന്നെ ആൺകുട്ടികളല്ലേ, എല്ലാ ജോലിയും അവരും ചെയ്ത് പഠിക്കണമല്ലോ. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ കുക്കിംഗ് പരിപാടി തുടങ്ങിട്ടോ. അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് സാധാ ചോറാണ്. ചോറും കറികളും ഉപ്പേരികളും ഒക്കെയാണ്. ഒരുപാട് ദിവസമായല്ലോ ചോറ് കഴിച്ചിട്ട്. ചോറായതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ സ്നാക്കായിട്ട് ഒന്നും ഉണ്ടാക്കണില്ല. ജ്യൂസും ഫ്രൂട്ട്സും മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ പിന്നെ ചോറ് കഴിക്കാൻ കഴിയുള്ളൂ. പിന്നെ സ്നാക്കും കൂടി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചോറ് കഴിക്കാനുള്ള ഒരു ആവേശം നഷ്ടപ്പെടുമല്ലോ. അപ്പം ഞാൻ പയറുപ്പേരിയാണ് കേട്ടോ ഫസ്റ്റ് വെക്കണത്. പിന്നെ ഞാൻ മീനൊക്കെ ഒന്ന് മുറിക്കുകയാണ് കേട്ടോ. അപ്പം അയലമീനാണ്. അപ്പം ഇത് പൊരിക്കാന്നാട്ടോ വിചാരിക്കുന്നത്. പിന്നെ കുറച്ച് അയലക്കറി ഉണ്ട്, ഇന്നലത്തെ അയലക്കറി ബാക്കിയുണ്ട്. പിന്നെ ഞാൻ വെണ്ടക്ക മുളക് ഇടാന്നും വെണ്ടക്ക ഫ്രൈ ആക്കാമെന്നും വിചാരിക്കുന്നുണ്ട്. മീനൊക്കെ ഞാൻ സിമ്പിളായിട്ടുള്ള മസാലയാണ് കേട്ടോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, ഉപ്പും പെരുംജീരകം, ഇത് മൂന്നും കൂടി ഇട്ടിട്ടാണ് കേട്ടോ മസാല തേക്കുന്നത്. സിമ്പിൾ മസാലയാണ്. മസാല തേച്ചിട്ട് ഞാൻ കുറച്ചേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. മീൻ മുറിക്കലും മസാല വെക്കലും ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പയറുപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി സ്റ്റൗ ഓഫാക്കി ഇതൊന്ന് മാറ്റി വെക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ച് പുളി വെള്ളത്തിലിടാണ് നമ്മളെ വെണ്ടക്ക മുളകിടാൻ വേണ്ടിയിട്ട്. വെണ്ടക്ക മുളക് ഇട്ട ഇവിടേക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം എല്ലാവരും ഇങ്ങനെ മുളകിടാന്ന് അറിയില്ല. ഞാൻ ജസ്റ്റ് ഉലുവയും കടുകൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ടാണ് ഇട്ടിടുക. അപ്പോൾ ഉലുവ വറുത്ത് പൊടിച്ചതുണ്ടെങ്കിൽ ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പം ചേർത്ത് കൊടുക്കണേ. ഉലുവയും കടുകും പൊട്ടിയതിന് ശേഷം ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, പച്ചമുളക്, കരിവേപ്പില, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ഈ വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്കുള്ള വെണ്ട ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുപോലെ വലുതാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യൽ. ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴந்து വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പം മുളക് പൊടിൻ്റെ ഇതൊക്കെ നിങ്ങളെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ശരിക്കും ഇതിലേക്ക് മുളകും പുളിയും നന്നായിട്ട് കൂടി നിൽക്കണം. അപ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും ഞാനിതാ മറ്റേ സ്റ്റൗവ്വന്ന് മീനൊക്കെ ഒന്ന് ഫ്രൈ ആക്കി വെക്കുകയാണ്. എത്ര നമ്മൾ നേരത്തെ കിച്ചണിലേക്ക് കയറിയാലും അവസാന നിമിഷം ഒരു തിരക്കനെയാണ് അല്ലേ നോമ്പെറുക്കാനുള്ള. അപ്പോൾ ഏകദേശം ബാങ്ക് വിളിക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ടേ. വെണ്ടക്ക ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്നും തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. എന്നാലേ നമ്മളെ കറി റെഡി ആവുള്ളൂ. അപ്പോൾ ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് കുറച്ചും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക.
പിന്നെ ഇതാ ഞാൻ മീനിന്റെ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്, തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടി ഫ്രൈ ആക്കി എടുക്കുകയാണ്. ഇപ്പോൾ ഇക്ക ഓഫീസിൽ നിന്ന് വരാൻ കുറച്ച് ലേറ്റ് ആവല്ലോ കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് നേരത്തെ വന്നു കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് കട്ടിങ്ങും ജ്യൂസും ഒക്കെ മൂപ്പര് നോക്കിക്കോളും. അപ്പോൾ ഞാൻ അതൊന്നും അറിയേണ്ടില്ല ഇനി. പക്ഷെ ഇപ്പോൾ കുറച്ച് ലേറ്റായി വരുന്നതുകൊണ്ട് ഞാൻ അതും കൂടി ഞാൻ ചെയ്യണം. അപ്പോൾ ഇതാ മീനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതൊന്ന് മാറ്റി വെക്കുകയാണ്. അടുത്ത എൻ്റെ പരിപാടി നമ്മളെ വെണ്ടക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ നാടൻ ചോറിലേക്ക് ഒരുപാട് ഐറ്റംസ് കാണുന്ന ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നാലേ പിന്നെ കഴിക്കുള്ളൂ. അപ്പം നിങ്ങളൊക്കെ സ്ഥിതി എന്താണ്? ഇവിടെ ഇപ്പോൾ ഒരു കഞ്ഞി വെക്കുകയാണെങ്കിൽ പോലും അതിലേക്ക് ഒരു 10 കൂട്ടാനുണ്ടെങ്കിലാണ് ഇക്കൊക്കെ ഭയങ്കര ഇഷ്ടം. മീൻ പൊരിച്ചതും അതേപോലെ ഓംലേറ്റ്, ഉപ്പേരികൾ, അച്ചാറ്, പപ്പടം ഇതെല്ലാം നിർബന്ധമാണ് കേട്ടോ. നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു പരിപാടി എന്ന് വെച്ചാൽ കഞ്ഞിയായിരിക്കും. പക്ഷെ ഈ കഞ്ഞി വെക്കണതല്ല, പക്ഷെ ഇതിലേക്കുള്ള കൂട്ടാനുണ്ടാക്കലാണ് നമുക്കുള്ള ബുദ്ധിമുട്ട്. അപ്പൊ നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതുപോലത്തെ അവസ്ഥയാണോ അതൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോഴേക്ക് ഇതാ വെണ്ടക്ക മുളകിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാ ഞാൻ ഇത്രയും കുറുക്കിയിട്ടാണ് ഉണ്ടാക്കിയത്. ഒരുപാട് വെള്ളം ഏറരുത് കേട്ടോ. ഇങ്ങനെ ആകുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. വെണ്ടക്ക ഫ്രൈയിലേക്കുള്ള വെണ്ടക്ക ജസ്റ്റ് ഒന്ന് കുക്കായതിന് ശേഷമാണ് കേട്ടോ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണത്. പിന്നെ ഇത് ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കാണ് കേട്ടോ ചെയ്യണത്. ഇവിടെ വെജിറ്റബിളിൽ ആകെ ഇഷ്ടപ്പെട്ട 2 വെജിറ്റബിളാണ് കേട്ടോ, ഈ പയറും വെണ്ടയ്ക്കും. ഇത് രണ്ടുമാണ് കേട്ടോ ഇവിടെ കൂടുതൽ എല്ലാവർക്കും ഇഷ്ടം. പിന്നെ ഇതാ ഞാൻ പപ്പടം ഒന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. പപ്പടം ഇല്ലാതെ പിന്നെ ചോറ് ഇവിടെ ഇറങ്ങൂല. ഇവിടെ നിർബന്ധമാണ് പപ്പടം. ഇക്കും ഇസൂനാണ് കേട്ടോ നിർബന്ധം. ഞാനും ഷാമോനും അധികം പപ്പടം ഒന്നും കഴിക്കില്ല, എപ്പോഴെങ്കിലും ഒന്ന് അങ്ങനെ കഴിക്കലുള്ളൂ. നമ്മൾ എളുപ്പപ്പണി വിചാരിച്ചിട്ട് പപ്പടം പൊരിക്കുമ്പോൾ കുറച്ചധികം പൊരിച്ചിട്ട് ടിന്നിലാക്കി വെക്കും. പക്ഷെ അങ്ങനെ ഇവിടെ പൊരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ദിവസം മാത്രമാണ് കേട്ടോ കാണുക. വെറുതെ ആണെങ്കിലും അത് കണ്ടു കഴിഞ്ഞാൽ ഇവരിങ്ങനെ എടുത്ത് കഴിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ അധികം പപ്പടം പൊരിക്കലില്ല, കണക്കാക്കിയിട്ട് മാത്രം പൊരിച്ചേക്കലുള്ളൂ കേട്ടോ. അപ്പം നിങ്ങളാ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ ഇതുപോലെ പപ്പടം ഇഷ്ടപ്പെടുന്നവര്? പപ്പടം ഇല്ലാതെ ചോറ് ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ നമ്മളാ വെണ്ടക്ക ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇത്രയും ഫ്രൈ ആക്കണം കേട്ടോ, അധികം ഫ്രൈ ആക്കണില്ല. പിന്നെ എല്ലാ ജോലിയും കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടി ബാങ്ക് വിളിക്കാനുള്ള സമയമുണ്ട്. അപ്പം അതാ ഞങ്ങൾ കുട്ടികളെയും കൊണ്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. ഉള്ളിൽ ഭയങ്കര ചൂടാണല്ലോ, പുറത്തിറങ്ങുമ്പോൾ കുറച്ചൊരു കാറ്റുണ്ടാവും. അപ്പോൾ ഇവർക്ക് ഇതൊക്കെ തന്നെയല്ലേ ഒരു സന്തോഷമുള്ളത്. അപ്പോൾ ഇതാ ആദും ഇസും കല്ലും ഷാമോനൊക്കെ ഉണ്ട്. ജസ്റ്റ് താഴെ കട വരെ ഒന്ന് പോയിട്ട് തിരിച്ചു വരികയാണ് കേട്ടോ. പിന്നെ ഇതാ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. 2 ദിവസം മുമ്പ് ഇവിടെ നന്നായിട്ട് രാത്രി ഇടിയും മഴയും ഒക്കെ ഉണ്ടായിന് കേട്ടോ. പിന്നെ ഒന്നുമില്ല. ഇപ്പോൾ ഇങ്ങനെ മഴ ചെറുതായിട്ട് ചാറുമ്പോൾ ചൂട് കൂടുകയാണ് കേട്ടോ ചെയ്യണേ. അപ്പം എന്താ നിങ്ങളൊക്കെ സ്ഥിതി? അവിടെയൊക്കെ മഴ പെയ്തിട്ടുണ്ടോ? എന്താ പാടെ? അപ്പോഴേക്കും ഇതാ ഇക്ക വരുന്നുണ്ട് കേട്ടോ ഓഫീസിൽ നിന്ന്. പിന്നെ ഇതാ ഞാൻ ജ്യൂസും ഫ്രൂട്ട്സും ഒക്കെ ഒന്ന് സെറ്റാക്കി വെക്കാണ്. ബാങ്ക് വിളിക്കാനുള്ള സമയമായിട്ടുണ്ട്. പിന്നെ കുറച്ച് പായസം ഉണ്ട്. ഇത് താഴെയുള്ള ഷെറി തന്നതാണ്. പാലട പായസമാണ് കേട്ടോ, ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇതാ ബാങ്ക് വിളിച്ച് ഞങ്ങൾ നോമ്പ് ഇറക്കുകയാണ്. അപ്പം ഇന്ന് ഇത്ര ഐറ്റംസ് മാത്രമേ ഉള്ളൂ കേട്ടോ നോമ്പ് ഇറക്കാൻ. പിന്നെ എന്നത്തെ മാതിരി തന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചോറ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇതാ നമ്മളെ എല്ലാ ഐറ്റംസും നമ്മൾ ടേബിൾ മേൽ നിരത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ദിവസമായല്ലോ ചോറ് കഴിച്ചിട്ട്, അതുകൊണ്ട് തന്നെ ഇന്ന് ചോറ് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഒരു ദിവസമെങ്കിലും നോമ്പിന് നമ്മൾ നാടൻ ചോറൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇതൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇനിയും നല്ല നല്ല വീഡിയോസും റെസിപ്പീസും ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. ടേക്ക് കെയർ, ബൈ.